കോൺഗ്രസിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡു ഓർ ഡൈ എന്ന ഒരു ആപ്തവാക്യം മുൻപിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിൽ ബോധ്യമുണ്ടാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ഫൈനൽ പോരാട്ടത്തിന് തൊട്ടുമുന്നോടിയായുള്ള സെമി ഫൈനൽ പോരാട്ടമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വരും കാലങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസിന് വളരണോ തളരണോ എന്ന് തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. എന്നാൽ അത്രമേൽ കലുഷിതമാർന്ന സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച പല പ്രശ്നങ്ങളാണ് അലട്ടുന്നത്. ആദ്യം ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2026 കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു. SNDPയുടെയും NSSന്റെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ആയതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങൾ ഒരു ചെറിയ കിംവദന്തി ഉയർത്തിയപ്പോൾ അതിന് തൊട്ടു പിന്നാലെ വാലയിൽ കടിച്ച കോൺഗ്രസും മുകളിലേക്ക് പോയി. പിന്നീട് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി നിലവിൽ BJPയോട് ചായ്വ് കാണിക്കുന്ന ക്രൈസ്തവ സമുദായത്തെ, ക്രൈസ്തവ വിഭാഗത്തെ കോൺഗ്രസിലേക്ക് ചേർത്ത് നിർത്തുവാൻ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആന്റോ ആന്റണി അടക്കമുള്ള ബെന്നി ബെഹനാൻ അടക്കമുള്ള കോൺഗ്രസ് ക്രൈസ്തവ നേതാക്കന്മാരെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരു വാദം എവിടെ നിന്നോ പൊട്ടിപ്പുറപ്പെട്ടു. അതും കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കലം കൊണ്ടുടയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വാദം പാർട്ടിക്കുള്ളിലെ പല നേതാക്കന്മാരും, പ്രാദേശിക നേതാക്കന്മാരും, യുവ നേതാക്കന്മാരും ഒക്കെ ഉയർത്തുന്ന സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റാൻ പോകുന്നു എന്ന തീരുമാനം ശക്തമായ രീതിയിൽ തന്നെ അലയടിക്കുകയാണ്. അദ്ദേഹം AK ആന്റണി അടക്കം കെ മുരളീധരൻ അടക്കം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കാണുകയാണ്. ഇങ്ങനെ നാണം കെടുത്തരുത് എന്ന അലമുറയിട്ട് പറയുന്നത് പോലെ നേതാക്കന്മാരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് തൊട്ടു മുൻപ് ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും KPCC അധ്യക്ഷ സ്ഥാനത്ത് താൻ തന്നെയായിരിക്കുമെന്ന ഒരു ഉറപ്പ് ആ മാധ്യമ സ്ഥാപനത്തിൽ നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ വളരെ അടുത്ത ദിവസം തന്നെ KPCC അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വാദം ഉയരുന്നു. KC വേണുഗോപാൽ അത് അപ്പാടെ തള്ളുന്നു. പക്ഷേ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല. നേതാക്കന്മാർ തമ്മിലുള്ള ഈ കല്ലുകടി ഒഴിവാക്കണമെന്നൊരു വാദം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം വിളിച്ച് പറയുന്നു. യുവാക്കൾക്കുള്ള അച്ചടക്കം മുതിർന്ന നേതാക്കന്മാർ കാണിക്കണമെന്ന വാദം ഉയർത്തുന്നു. ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതാക്കന്മാർ അതിനെ ശരിയും വെക്കുന്നു. ഇപ്പോൾ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായുള്ള പോസ്റ്ററുകൾ ഉയരുകയാണ്. കണ്ണൂരിലും കോട്ടയത്തും KPCC അധ്യക്ഷൻ കെ സുധാകരനെ അനുകൂലിച്ച പോസ്റ്ററുകൾ എത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ അധ്യക്ഷ ചുമതലയിൽ തുടരണമെന്നാണ് അവരുടെ ആവശ്യം. കോൺഗ്രസ് പടയാളികൾ എന്ന പേരിലാണ് കണ്ണൂരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പ്രസിഡന്റിന്റെ കൂടെ കൂടിയവരല്ല, കെ സുധാകരന്റെ കൂടെ കൂടിയവരാണ് തങ്ങളെന്നും പോസ്റ്ററിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആ കൂട്ടർ. കോട്ടയം പൂഞ്ഞാറിലാണ് കെ സുധാകരനെ പിന്തുണച്ച ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് രക്ഷാസമിതിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. സുധാകരൻ KPCC പ്രസിഡന്റായി തുടരട്ടെ എന്ന ഫ്ലെക്സ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നുമുണ്ട്. UDF അധികാരത്തിൽ വരാൻ നട്ടലുള്ള നായകൻ വേണമെന്നും ഫ്ലെക്സ് ബോർഡിൽ വ്യക്തമായി പറയുന്നു. അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കുന്നതിനായി നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ തേടിയെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ സമ്പൂർണ്ണ നേതൃമാറ്റം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. സുധാകരൻ നടത്തിയിരുന്ന പല പ്രതികരണങ്ങളും അനവസരത്തിലായിരുന്നുവെന്ന്, സുധാകരൻ നിർദ്ദേശങ്ങൾ അവഗണിച്ചുവെന്നുമാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. ഏത് സമയവും നേതൃമാറ്റം പ്രഖ്യാപനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കി പുതിയ കമ്മിറ്റിയെ രൂപീകരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നേരിടാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ സുധാകരനെ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അറിയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരന്റെ വാദം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കല്ലുകടി, ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദം
ഒരു പടലപ്പിണക്കം. ജീവൻ മരണ പോരാട്ടത്തെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും കാണുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയൊരു പരാജയം കൂടി ഉണ്ടായാൽ UDF മുന്നണിക്കൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ കോൺഗ്രസ് വിട്ടു പോകുമെന്ന സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെ KPCC അധ്യക്ഷന്റെ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ പടലപ്പിണക്കം കോൺഗ്രസിനെ തകർക്കുമെന്ന ബോധ്യം നേതാക്കന്മാർക്കുണ്ടാകണം എന്ന ഒരു താക്കീത് യുവതലമുറ നൽകി കഴിഞ്ഞു. ഇനി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ജനങ്ങളും തീരുമാനിക്കും കോൺഗ്രസിനെ വിജയിപ്പിക്കണമോ വേണ്ടയോ എന്ന്.